അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ ഞങ്ങൾ കപ്പഡോക്കിയയിലെത്തി. കപ്പഡോക്കിയ വളരെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ്. വോൾക്കാനിക് എറപ്ഷൻ കാരണം മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് രൂപപ്പെട്ട ഒരു ഭൂപ്രദേശം നമുക്കിവിടെ കാണാം. മുമ്പ് എവിടെയും കണ്ടിട്ടില്ലാത്ത വളരെ അൺറിയലായ ഒരു സ്ഥലം. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കം ചെന്ന ഉച്ചിസാർ വില്ലേജ്, അവിടുത്തെ ഉച്ചിസാർ കാസിലും നമുക്കിവിടെ കാണാം. വോൾക്കാനിക് എറപ്ഷനിൽ രൂപം കൊണ്ട ഇത്തരം പാറകൾ തുരന്നാണ് പഴയകാല മനുഷ്യർ അവിടെ വീടുകൾ ഉണ്ടാക്കിയിരുന്നത്. കപ്പഡോക്കിയയിലെ മറ്റൊരു അത്ഭുതമാണ് ഇവിടുത്തെ അണ്ടർഗ്രൗണ്ട് സിറ്റി. കപ്പഡോക്കിയയിൽ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലം. ഏകദേശം 200ഓളം അണ്ടർഗ്രൗണ്ട് സിറ്റീസ് ഉണ്ട് ഇവിടെ. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ടെണ്ണമാണ് ഡെറിങ്ക്യു ആൻഡ് കമാക്ലി. 250 അടിയോളം ആഴമുള്ള 18 ഫ്ലോറുകളുള്ള ഭൂമിയുടെ അടിയിലേക്ക് ആഴത്തിൽ കിടക്കുന്ന സ്കൂൾ, ചർച്ച്, വൈനറി, മാർക്കറ്റ്സ് വരെ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് 20,000 ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു വലിയ സിറ്റി. ഏകദേശം 4 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഈ സിറ്റീസിൽ പലതും അണ്ടർഗ്രൗണ്ട് ടണലിലൂടെ കണക്റ്റഡ് ആണ്. കപ്പഡോക്കിയയിലെ മെയിൻ ടൗണായ ഗോരമയിൽ നിന്നും ഇങ്ങോട്ട് ടൂറുകൾ അറേഞ്ച് ചെയ്യുന്ന ഏജൻസികളുണ്ട്. അല്ലെങ്കിൽ കാർ റെന്റ് ചെയ്ത് സ്വന്തമായ സ്ഥലങ്ങളിൽ എത്താവുന്നതാണ്. ചില റെക്കമെൻഡേഷൻസ് കണ്ടാണ് കപ്പഡോക്കിയയിലെ ഫേമസ് ആയ കേവ് ഹോട്ടലിൽ താമസിക്കാൻ തീരുമാനിച്ചത്. കാഴ്ച കൊണ്ട് അല്പം വ്യത്യാസമായി തോന്നിയെങ്കിലും ഹോട്ടലിൽ കുറച്ച് സമയം മാത്രം സ്പെൻഡ് ചെയ്യുന്ന ഞങ്ങൾക്ക് അത് കുറച്ച് എക്സ്പെൻസീവായി തോന്നി. അടുത്ത ദിവസം രാവിലെ ഹോട്ടൽ ടെറസിൽ നിന്നാണ് 100 കണക്കിന് ഹോട്ട് എയർ ബലൂൺ ആകാശത്ത് പറന്നു നടക്കുന്ന മനോഹരമായ കാഴ്ച ഞങ്ങൾ കണ്ടത്. കപ്പഡോക്കിയ എന്ന് കേൾക്കുമ്പോൾ ഈ പിക്ചർ തന്നെയാകും നമ്മുടെ മനസ്സിലെത്തുക. അങ്ങനെ അന്ന് വൈകുന്നേരം ടർക്കിയിൽ അവസാനത്തെ ഡെസ്റ്റിനേഷനായ ഇസ്താൻബുളിലേക്ക് ഞങ്ങൾ ഫ്ലൈറ്റ് കയറി.